ഞാൻ ആയുർവേദം പഠിച്ചത് ട്രീറ്റ്മെന്റ് മാത്രമാണ് പഠിച്ചത്. എനിക്ക് കണ്ടന്റ് ക്രിയേഷനെ കുറിച്ച് അറിയില്ലായിരുന്നു. ഇവിടെ കണ്ടന്റ് ക്രിയേഷൻ എന്ന് പറയുമ്പോൾ അറിയില്ല എന്ന് പറയുമ്പോൾ അത് അറിയില്ലാത്തത് കൊണ്ടല്ല, പേടി കൊണ്ടാണ്, വിനയം കൊണ്ടല്ല, ഭയം, ചെയ്യാനുള്ള ഉള്ളിന്റെ ഉള്ളിലുള്ള ഒരു പേടി കൊണ്ടിട്ടാണ് പലപ്പോഴും ആളുകൾ ചെയ്യാത്തത്. നമ്മളിത് കേൾക്കുമ്പോൾ നമുക്കിതൊരു അതിവിനയമായിട്ട് തോന്നാം. പക്ഷെ സത്യസന്ധമായി നമുക്ക് ഇതിനൊന്ന് നോക്കുകയാണെങ്കിൽ ആയുർവേദത്തിനെ ഇവർ പ്രൊട്ടക്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അവര് അവരുടേതായ ഒരു കംഫോർട്ട് സോണിൽ ഒതുങ്ങിക്കൂടി ജീവിതം കഴിയുന്നു. അതായത് ലോകം മാറി, ഇവിടെ ആളുകൾ ഇൻഫർമേഷൻ ഷെയർ ചെയ്യുന്ന രീതികൾ മാറി. മാറാത്തത് ഒന്നേ ഉള്ളൂ, നമ്മളുടേതായിട്ടുള്ള ഐഡന്റിറ്റി. അതായത് നിങ്ങൾ വിസിബിൾ അല്ല എങ്കിൽ നിങ്ങളുടെ നോളജും വിസിബിൾ അല്ല. നിങ്ങളുടെ ഒരു സൈലന്റ് ആണ് നിങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നതെങ്കിൽ നിങ്ങളുടെ അറിവും നിങ്ങളുടെ നോളജും എല്ലാം സൈലന്റ് തന്നെയാണ്. ഇവിടെ നശിക്കുന്നത് ആയുർവേദം തന്നെയാണ്. കാരണം ആയുർവേദത്തിനെ കുറിച്ച് ഒന്നും അറിയത്തില്ലാത്ത ആളുകൾ പോലും പുറത്തേക്ക് വന്ന് ആയുർവേദത്തെ കുറിച്ച് സംസാരിക്കുകയും അല്ലെങ്കിൽ ആയുർവേദത്തിന്റെ തെറാപ്പിയും അതിന്റെ പ്ലസും മൈനസും എല്ലാം സംസാരിക്കുമ്പോൾ അവരെ കൂടുതൽ വിസിബിൾ ആവുന്നുണ്ട്. ഒന്നും അറിയത്തില്ലാത്ത ആളുകൾ പോലും ആയുർവേദ തെറാപ്പിയിലൂടെ രക്ഷപ്പെടുന്ന രീതിയിൽ കാണിക്കുന്നുണ്ട്. സോ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് ഇതാണ്: നിങ്ങളുടെ ഒരു സൈലൻസ് ഒഴിവാക്കുക, നിങ്ങളുടെ വിസിബിലിറ്റിയിലേക്ക് നിങ്ങൾ കൊണ്ടുവരിക, നിങ്ങളുടെ പ്രാക്ടീസിനെ, നിങ്ങളുടെ അറിവിനെ, നിങ്ങളുടെ കഴിവിനെ ലോകത്തിന്റെ മുമ്പിലേക്ക് പ്രൊജക്ട് ചെയ്യുക. എന്നാൽ മാത്രമാണ് ഇനി ആയുർവേദം സംരക്ഷിക്കപ്പെടത്തുള്ളൂ. ഓക്കെ, തിങ്ക് അബൌട്ട് ഇറ്റ്.